അധികാരം, തന്ത്രം, വഞ്ചന ഇവയാണ് ചരിത്രത്തെ രൂപപ്പെടുത്തിയതും ഇന്നും നമ്മുടെ ലോകത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഉപകരണങ്ങൾ. എന്നാൽ അഭിലാഷം ധാർമ്മികതയെ മറികടക്കുമ്പോൾ എന്ത് സംഭവിക്കും? മാക്കിയവെല്ലിനിസത്തിന്റെ ലോകത്തേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഈ തത്വചിന്തയുടെ ഉത്ഭവം ഞങ്ങൾ അനാവരണം ചെയ്യും. അതിൻ്റെ മനഃശാസ്ത്രപരമായ സ്വഭാവവിശേഷങ്ങൾ പര്യവേക്ഷണം ചെയ്യും. അത് ചരിത്രത്തെയും രാഷ്ട്രത്തെയും ദൈനംദിന ജീവിതത്തെയും പോലും എങ്ങനെ രൂപപ്പെടുത്തിയെന്ന് നോക്കാം. നമുക്ക് അതിൽ മുഴുകാം. ഫ്ലോറൻസിൽ നിന്നുള്ള 16-ാം നൂറ്റാണ്ടിലെ നയതന്ത്രജ്ഞനായ നിക്കോളോ മാക്കിയവെല്ലിയിൽ നിന്നാണ് മാക്കിയവെല്ലിയൻ എന്ന പദം ഉടലെടുത്തത്. എന്നാൽ ഈ മനുഷ്യർ എങ്ങനെയാണ് തന്ത്രത്തിൻ്റെയും കൃത്രിമത്വത്തിൻ്റെയും പര്യായമായത്? 1500കളുടെ തുടക്കത്തിൽ ഇറ്റലി ഒരു ഏകീകൃത രാഷ്ട്രമായിരുന്നില്ല. ഫ്ലോറൻസ്, വെനീസ്, മിലാൻ നഗര സംസ്ഥാനങ്ങളുടെ ഒരു ശേഖരം. നിരന്തരമായി യുദ്ധം ചെയ്തു വിദഗ്ധനായ നയതന്ത്രജ്ഞനായ മാക്കിയവെല്ലി അധികാരത്തിൻ്റെ ദുർബലത അടുത്ത് നിരീക്ഷിച്ചു. ഭരണാധികാരികളായ മെഡിസി കുടുംബത്തോടുള്ള പ്രീതി നഷ്ടപ്പെട്ടപ്പോൾ അസ്ഥിരമായ ലോകത്ത് അധികാരം നിലനിർത്താനുള്ള നേതാക്കൾക്കുള്ള വഴികാട്ടിയായി അദ്ദേഹം ദ പ്രിൻസ് എഴുതി. അദ്ദേഹത്തിൻ്റെ വിവാദ ഉപദേശം പ്രായോഗികത പുലർത്തുക, ആവശ്യമെങ്കിൽ നിഷ്കരണം. അദ്ദേഹം പ്രസിദ്ധമായി എഴുതിയതുപോലെ, ഇത് സ്നേഹിക്കുന്നതിനേക്കാൾ ഭയപ്പെടുന്നതാണ് നല്ലത്, നിങ്ങൾ രണ്ടുപേരും ആകാൻ കഴിയുന്നില്ലെങ്കിൽ. യാഥാർത്ഥ്യബോധമുള്ള ഉപദേശം നൽകുകയായിരുന്നു മാക്കിയവെല്ലിയുടെ ഉദ്ദേശമെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് വഞ്ചന, കൃത്രിമത്വം, തണുത്ത അഭിലാഷം എന്നിവയുടെ പര്യായമായി മാറി. ആധുനിക മനഃശാസ്ത്ര ലോകത്തിലേക്ക് അതിവേഗം മുന്നോട്ട് പോവുക. മാക്കിയവെല്ലിനിസം ഒരു വ്യക്തിത്വ സ്വഭാവമായി തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. നാർസിസത്തിനും സൈക്കോപതിക്കൊപ്പം കുപ്രസിദ്ധമായ ഡാർക്ക് ട്രയാഡ് ഒന്നാണ്. തന്ത്രപരമായ ചിന്ത, കൃത്രിമത്വം, സഹാനുഭൂതിയുടെ അഭാവം, വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ അശ്രാന്തമായ ശ്രദ്ധ എന്നിവയാണ് മാക്കിയവെല്ലിനിസത്തിൻ്റെ സവിശേഷത. ഈ സ്വഭാവമുള്ള ആളുകൾ പലപ്പോഴും മറ്റുള്ളവരെ വായിക്കുന്നതിലും ബലഹീനതകൾ ചൂഷണം ചെയ്യുന്നതിലും വൈദഗ്ധ്യമുള്ളവരാണ്. യഥാർത്ഥ ജീവിതത്തിൽ ഈ സ്വഭാവവിശേഷങ്ങൾ ചില കോർപ്പറേറ്റ് നേതാക്കളിൽ, രാഷ്ട്രീയക്കാരിൽ അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിൽ പോലും കണ്ടെത്താനാകും. ഇത് വിജയത്തിലേക്ക് നയിക്കുമെങ്കിലും അത് പലപ്പോഴും വിശ്വാസത്തിൻ്റെയും ബന്ധത്തിൻ്റെയും വിലയാണ്. മാക്കിയവെല്ലിയുടെ ആശയങ്ങൾ കടലാസിൽ മാത്രമായിരുന്നില്ല. നൂറ്റാണ്ടുകളായി നേതാക്കളെ സ്വാധീനിച്ച് ഈ തത്വങ്ങളെ ഉൾക്കൊള്ളുന്ന ചില ചരിത്ര വ്യക്തികളെ നോക്കാം. യുദ്ധഭൂമിയിലെ നെപ്പോളിയൻ്റെ തന്ത്രപരമായ മിഴിവും അധികാരത്തിൻ്റെ ഏകീകരണവും മാക്കിയവെല്ലിയൻ തന്ത്രങ്ങളിലെ ഒരു മാസ്റ്റർ ക്ലാസ്. അല്ലെങ്കിൽ റഷ്യയിൽ തൻ്റെ ഭരണം ഉറപ്പിക്കാൻ രാഷ്ട്രീയ സഖ്യങ്ങൾ കൈകാര്യം ചെയ്ത കാതറിൻ ദ ഗ്രേറ്റ് പരിഗണിക്കുക. എന്നാൽ ഇത് എല്ലായ്പ്പോഴും വിജയിക്കുന്ന തന്ത്രമല്ല. വാട്ടർഗേറ്റ് അഴിമതിയുടെ സമയത്ത് റിച്ചാർഡ് നിക്സണെ പോലെ തങ്ങളുടെ കുതന്ത്രം അമിതമായി കളിച്ച നേതാക്കൾ കൃത്രിമത്വം തകർച്ചയിലേക്ക് നയിച്ചേക്കാവുന്ന കഠിനമായ വഴി പഠിച്ചു. മാക്കിയവെല്ലിയൻ തത്വങ്ങൾ ചരിത്ര പുസ്തകങ്ങൾ മാത്രമായി ഒതുങ്ങുന്നില്ല. അവ ഇന്നത്തെ ലോകത്ത് അഭിവൃദ്ധി പ്രാപിക്കുന്നു. രാഷ്ട്രീയം, ബിസിനസ്, സോഷ്യൽ മീഡിയ പോലും ഉദാഹരണങ്ങളാൽ പാകമായിരിക്കുന്നു. കോർപ്പറേറ്റ് ലോകത്ത് മാക്കിയവെല്ലിനിസം ഇരുതല മൂർച്ചയുള്ള വാളായിരിക്കാം. ഈ സ്വഭാവ സവിശേഷതകളുള്ള ഒരു CEO തീരുമാനങ്ങൾ എടുക്കുന്നതിലും ചർച്ച ചെയ്യുന്നതിലും മികവ് പുലർത്തിയേക്കാം. എന്നാൽ ഒരു വിശ്വസ്ത ടീമിനെ നിലനിർത്താൻ വളരെ പാടുപെടും. നമുക്ക് വ്യക്തിബന്ധങ്ങൾ മറക്കരുത്. ഗ്യാംസ്ലൈറ്റിംഗ് അല്ലെങ്കിൽ തന്ത്രപരമായ വൈകാരിക വേർപിരിയൽ പോലെയുള്ള കൃത്രിമ പെരുമാറ്റങ്ങൾ പലപ്പോഴും മാക്കിയവെല്ലിയൻ പ്രവണതകളിലേക്ക് മടങ്ങിപ്പോകും. ചോദ്യം ഇതാണ്: തന്ത്രവും ചൂഷണവും തമ്മിലുള്ള രേഖ എവിടെയാണ് നമ്മൾ വരയ്ക്കുക? മാക്കിയവെല്ലിനിസം മനുഷ്യപ്രകൃതിയുടെ ഇരുണ്ട വശം വെളിപ്പെടുത്തുന്നു. അഭിലാഷവും തന്ത്രവും ധാർമ്മികതയുടെ രേഖകൾ മങ്ങിച്ചേക്കാം. ഈ സ്വഭാവവിശേഷങ്ങൾ വിജയത്തിലേക്ക് നയിക്കുമെന്നത് നിഷേധിക്കുന്നില്ലെങ്കിലും സഹാനുഭൂതി, സമഗ്രത, വിശ്വാസം എന്നിവയുടെ പ്രാധാന്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി അവ പ്രവർത്തിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? മാക്കിയവെല്ലിനിസം ഒരു അനിവാര്യമായ തിന്മയാണോ, അതോ ഒരു ധാർമ്മിക സമൂഹത്തിൽ അതിന് സ്ഥാനമില്ലേ? ചുവടെയുള്ള അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ എന്നെ അറിയിക്കൂ. ആകർഷകമായ ആശയങ്ങളിലേക്ക് കൂടുതൽ ആഴങ്ങളിൽ മുങ്ങാൻ ലൈക്ക് ചെയ്യാനും പങ്കിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത തവണ വരെ ആകാംക്ഷയോടെ തുടരുക.